തെരുവിൽ സർക്കസ് കളിച്ചും സ്കൂളിൽ നന്നായി പഠിച്ചും 6 കുഞ്ഞുങ്ങൾ. ഒരു പാലത്തിനടിയിൽ കൂടാരങ്ങൾ ഉണ്ടാക്കി അവയിലാണ് താമസം. അവധി ദിവസങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം സർക്കസ് കളിച്ചു തളരുന്ന ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തിയാൽ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ മിടുക്കികളും മിടുക്കന്മാരുമാണ്. 25 വർഷം മുമ്പ് കർണാടകയിൽ നിന്നും കണ്ണൂരിലെ പെരളശ്ശേരിയിൽ എത്തിയതാണ് ഇവരുടെ കുടുംബങ്ങൾ. സ്കൂൾ വിടേണ്ട താമസം നമ്മുടെ കുട്ടികളെല്ലാം ഈ കളികൾക്കും പഠനങ്ങൾക്കും ശേഷം നേരെ വീട്ടിലേക്കോടും. വീട്ടിൽ കഴിക്കാൻ നല്ല ഭക്ഷണവും കളിക്കാൻ കൂട്ടുകാരും ഉണ്ടാകും. പക്ഷെ ഈ കൂട്ടത്തിലെ 6 കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാൻ അത്ര സന്തോഷമില്ല. കാരണം ഇവർക്ക് വീടെന്ന് പറയാൻ ഒന്നില്ല. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ ഇവർ തന്നെ അധ്വാനിക്കണം. തെരുവിന്റെ മക്കളാണിവർ 6 പേർ. 2 ആൺകുട്ടികൾ, രാജുവും രമേശും. 4 പെൺകുട്ടികൾ, പല്ലവിയും ഗൗരിയും ശാന്തയും ശോഭയും. സ്കൂൾ വിട്ട് വീട്ടിൽ കയറി നേരെ തെരുവിലേക്ക് ഇറങ്ങും. മമ്പറത്തിനടുത്തുള്ള കവലകളിലാണ് സ്കൂൾ വിട്ട് വന്നാലുള്ള അഭ്യാസ പ്രകടനങ്ങൾ. ക്ലാസ്സിലെ 1ാം റാങ്കുകാരനായ രാജു റോഡിലെ വാഹനങ്ങളെ നിയന്ത്രിക്കും. മറ്റുള്ളവർ നമ്പറുകൾ കാണിച്ചു തുടങ്ങും. അരമണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ. സഹായിക്കാൻ മനസ്സുള്ളവർ എന്തെങ്കിലും കൊടുക്കും. അതും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. സ്കൂളില്ലാത്ത ശനി ഞായർ ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും തെരുവ് സർക്കസിനായി. കണ്ണൂരിലെ പെരളശ്ശേരി കോട്ടം ഈസ്റ്റ് LP സ്കൂളിലേക്ക് ഇവർ 6 പേർ രാവിലെ എത്തും. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ തെരുവിനെ മറക്കും. പഠനവും കളിയും കൂട്ടുകാരോടൊന്നിച്ചുള്ള നടത്തവും പിന്നീട് തുടങ്ങും. എല്ലാറ്റിലും മുഴുകി ഇവർ നന്നായി പഠിക്കുന്നു. കർണാടകയിൽ നിന്ന് 25 വർഷം മുമ്പ് കേരളത്തിലെത്തിയതാണ് ഇവരുടെ കുടുംബം. ഒരിക്കൽ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ തെരുവ് സർക്കസിനായി സ്കൂളിൽ അനുമതി ചോദിച്ചെത്തിയതാണ്. അന്നാണ് സ്കൂളിലെ അധ്യാപകർ കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടുമോ എന്ന് രക്ഷിതാക്കളോട് അധ്യാപകർ ചോദിച്ചു. അധ്യാപകരുടെ അഭ്യർത്ഥന വാസു സ്വീകരിച്ചു. നമ്മൾ പണ്ട് കാലത്ത് ഞങ്ങളുടെ അച്ഛനമ്മ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ നല്ലോട് പഠിപ്പിച്ചിട്ട് നല്ല ഭാവിയായിട്ട് നമ്മൾ പഠിപ്പിച്ച നല്ല ജോലിയായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നവർക്ക്. ഇത് രാജു, വാസുവിന്റെ അനുജന്റെ മകനാണ്. 3ാം ക്ലാസ്സുകാരൻ. ക്ലാസ്സിലെ 1ാം റാങ്കുകാരനാണ് ഈ മിടുക്കൻ. പാട്ടുപാടാനും കായിക മത്സരങ്ങളിലുമെല്ലാം മികച്ച പ്രകടനമാണ് രാജുവിൻ്റേത്. Don't upset. Nothing happened to her. She fell down and broke her foot. Hey, who are you, man? അടുത്ത വർഷവും 2 കുട്ടികൾ തെരുവിൽ നിന്ന് പുതുതായി ഇവിടെ പഠിക്കാനായി എത്തുന്നുണ്ട്. നന്ദിനിയും പ്രിയയും. നാട്ടിൽ അങ്ങോളം ഇങ്ങോളം തെരുവിൽ കാണുന്ന മുഴുവൻ കുട്ടികളെയും താല്പര്യം കാണിച്ചാൽ സ്കൂളിലെത്തിക്കാൻ കഴിയുമെന്ന് ഇവിടുത്തെ അധ്യാപകർ തന്നെ പറയുന്നു. ഇവിടെ വരുന്ന സമയത്ത് അവരങ്ങനെ കുളിക്കുകയോ
അങ്ങനെയുള്ള ഒരു കുട്ടികളായിരുന്നില്ല. അവരെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അവരെ ദിവസമുള്ള കാര്യങ്ങൾ നമ്മൾ ദിവസവും ചോദിച്ച് ഉറപ്പുവരുത്തും, കുളിച്ചിട്ടുണ്ടോ, അവരെ വസ്ത്രധാരണത്തിലും എല്ലാം നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിയത്. പെരളശ്ശേരിക്കടുത്തുള്ള മമ്പറം ടൗണിലെ പാലത്തിനടിയിലാണ് ഇവരുടെ താമസം. വാസുവും വാസുവിന്റെ അനുജന്റെ കുടുംബവും. വാസുവിന്റെ അനുജൻ രാജേഷ് 6 വർഷം മുമ്പ് അസുഖത്തെ തുടർന്ന് മരിച്ചു. ആ കുടുംബത്തിന്റെ സംരക്ഷണവും വാസുവിന്റെ ചുമലിലായി. പുഴയ്ക്ക് പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലത്തിനായി മണ്ണിട്ടുയർത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ഇവരുടെ താമസം. മഴക്കാലമായാൽ എന്തു ചെയ്യണമെന്ന് വാസുവിന് ഒരു നിശ്ചയവുമില്ല. തൊട്ടടുത്ത് കൂട്ടിയിട്ട പൈപ്പുകൾക്ക് മുകളിൽ ഷെഡ് കെട്ടിയായിരുന്നു ഇത്രയും കാലം താമസിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ചു ദിവസങ്ങളെ ആയുള്ളൂ. റേഷൻ കാർഡോ തിരിച്ചറിയൽ രേഖകളോ ഇല്ല. തെരുവിലായതിനാൽ ജാതി സർട്ടിഫിക്കറ്റുകളുമില്ല. മറ്റു കുട്ടികൾക്ക് ജാതിയുടെ പേരിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ അതും ഇവർക്ക് കിട്ടാക്കനിയാണ്. ഈ ജീവിതത്തോട് കുട്ടികളും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. സ്കൂൾ വിട്ട് തിരിച്ചു വന്നാൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പഠിക്കും. സ്പോക്കൺ ഇംഗ്ലീഷും ഇവർക്ക് നന്നായി വഴങ്ങി തുടങ്ങി. ബാഗ് തുറക്കൂ. Open the bag. പേപ്പർ വായിക്കൂ. Read the newspaper. കഥ വായിക്കൂ. Read the story. വലിയ സ്വപ്നങ്ങളൊന്നും ഇവർക്കില്ല. താമസിക്കാൻ ചെറിയൊരു വീട്, പറയാൻ ഒരു മേൽവിലാസം, അത്രമാത്രം മതി ഇവർക്ക്. പ്രയാസമൊക്കെ ഉണ്ട് ഇങ്ങനെ ഇവിടെ താമസിക്കാൻ. അവിടെ മഴക്കാലത്ത് ഇവിടെ നിൽക്കാൻ കഴിയൂല, പിന്നെ പുഴങ്ങാനും ഒഴിയുന്ന, പിന്നെ അവിടെ നിൽക്കുമ്പോൾ കുറെ ജീവികൾ രാത്രി കടക്കാനും കഴിയില്ല. മഴക്കാലത്ത് ജീവികൾ, തേള്, പാമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് അവധിക്കാലമാണ്. ജീവിത പ്രാരാബ്ധം തീർക്കാനുള്ള സാഹസിക യാത്രകളായിരിക്കും ഈ വേനലവധിക്കാലവും.